നല്ല സ്മെല്ല്. ഓർക്കായിരിക്കോ? ഒരു റൗണ്ട് നോക്കിയിട്ടോന്നാലോ? കാലത്തെന്തിനോ തല്ലിക്കൊന്ന് കൊണ്ടുപോകണം. അതെ, ഇനി എല്ലാവരും ബീഫ് കറി വെക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ആ ഒരു ഐറ്റവും കൂടി നമ്മുടെ ബീഫ് കറിയിൽ ചേർക്കാൻ വേണ്ടി മറക്കരുതേ. അപ്പോൾ ഞാൻ പ്രിയ, ഇറ്റ്സ് മീ പിയ എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ബീഫ് കറി എങ്ങനെ വെക്കണേന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മസ്റ്റായിട്ടും ചേർക്കേണ്ട ഒരു ഐറ്റം കൂടി ഞാൻ ഇതിനകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമ്മളുടെ ബീഫ് എടുത്തു, കവർ ചെയ്യുന്നെടുത്തു, പുറത്തേക്ക് ഇട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 5-6 വെള്ളത്തിലിട്ട് നമ്മൾ കഴുകുന്നുണ്ട്. അങ്ങനെ ബീഫൊക്കെ കഴുകി നമ്മൾ വൃത്തിയാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുവാണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മക്ക് നമ്മുടെ സവാള, ആകെ 1/2 കിലോ ബീഫേ ഉള്ളൂ, 2 സവാളയും ഇച്ചിരി പച്ചമുളകും ഇഞ്ചിയും കൂടിയൊക്കെ ഒന്ന് അരിയാൻ വേണ്ടി കൊടുത്തു. പക്ഷെ അമ്മ ഭയങ്കര പതുക്കെയാണ് ഇത് ചെയ്യുന്നത്. കാര്യം എന്താണെന്നറിയോ? സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക പുള്ളിക്കാരത്തി. പിന്നെ ഞാൻ തന്നെ വാങ്ങി അങ്ങോട്ടത് അരിയാൻ വേണ്ടി തുടങ്ങി. നമുക്ക് നേരത്തേക്കില്ലേ, ഞാൻ സവാള ഇങ്ങനെ അറിയാൻ നേരത്തെ എനിക്കത് കണ്ണിൽ നിന്നൊന്നും വെള്ളം വരില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഈ ഇടയായിട്ട് ഒരു ഇച്ചിരി നമുക്കൊരു പകുതി അരിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ നമ്മുടെ സവാളയൊക്കെ പതിയെ കണ്ണൊക്കെ നീറിക്കൊണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ അരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ കല്ലിലിട്ടൊന്ന് ചതച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ ചെന്നിട്ടൊരു കുക്കറങ്ങാട്ട് എടുക്കുക. കുക്കർ എടുത്തിട്ട് നമ്മുടെ സാധനം എന്ന് വെച്ചാൽ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫ് പെറുക്കിയിടുക. ആ ബീഫിനകത്തേക്ക് ഒരു ഇച്ചിരി സവാള, ഇച്ചിരി പച്ചമുളക്, ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടിയിട്ടിട്ട് ഇച്ചിരി വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ വിസിൽ കേൾക്കാൻ വേണ്ടി വെച്ചിട്ടോ. അപ്പം ഞാനൊരു പലവരുടെയും നമ്മുടെ കുക്കറിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും, പിന്നെ വാങ്ങുന്ന മീറ്റിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പം അതിനൊക്കെ അനുസരിച്ചിട്ടാണ് വിസിൽ ഞാൻ പറയുന്നില്ല എത്ര വിസിൽ എടുക്കണമെന്നുള്ളത്. കാര്യം എന്നെക്കാട്ടും എക്സ്പെർട്ടായ അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ്, കറി വെക്കുന്ന ആൾക്കാരൊക്കെയാണ് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിസിലിൻ്റെ കണക്കൊന്നും പറയുന്നില്ല. ഒഴിക്കുന്ന വെള്ളമൊക്കെ ഞാൻ ഇച്ചിരി ഒഴിച്ചല്ലേ. നമ്മുടെ കുക്കറിനനുസരിച്ചിട്ട് നമ്മുടെ ബീഫ് എൻ്റെ പാകത്തിന് വേവ് അനുസരിച്ചിട്ടൊക്കെ നമ്മൾ വിസിലേക്ക് ഏൽപ്പിച്ചെടുക്കുക. അങ്ങനെ ബീഫ് ഞാൻ കുക്കറിലാക്കി എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്തേക്ക് ഞാൻ ഉരുളക്കിഴങ്ങും കൂടി 2 ഉരുളക്കിഴങ്ങും കൂടി നമ്മുടെ കറിയിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉരുളക്കിഴങ്ങും ചീവി അതൊക്കെ ഇവിടെ അരിഞ്ഞടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ബീഫിൻ്റെ ഏകദേശം 2-3 വിസിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ ബീഫ് അത്യാവശ്യം ഭയങ്കരമായിട്ട് വെന്തിട്ടില്ല, എന്നാലും ഒരു പകുതി വെന്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ എന്തിരുന്നറിയാവോ, നമ്മുടെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങില്ലേ അതും കൂടി ഇട്ടിട്ട് ബാക്കിയും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ എന്താ ചട്ടി വെച്ചു. ചട്ടിയല്ല കേട്ടോ, ഒരു ഇന്ത്യാലിയനോ അല്ല, എനിക്കറിയില്ല ഇതിൻ്റെ പേര്. ആ ഒരു പാത്രം അങ്ങോട്ട് വെച്ചു. എന്നിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും നമ്മുടെ സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാളയൊക്കെ ഇട്ട് വഴച്ച് കൊടുക്കുന്നുണ്ട്. അത് വഴണ്ട് വന്നപ്പോഴേക്കും നമ്മളുടെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. പൊടികൾ എന്തൊക്കെയാണെന്ന് അറിയാലോ: മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് സെറ്റായിട്ടിരിപ്പുണ്ട്. ഞാൻ കുക്കറിലേക്ക് ബീഫിൻ്റെ ഒപ്പം ബീഫിനൊരു 3-4 വേവ് കേട്ടതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് തുറന്നിട്ട് നമ്മുടെ മറ്റേ ഈ വിസിലൊക്കെ കളഞ്ഞായിരുന്നു. വിസിലല്ല, ആവി അങ്ങനെ എന്തൊക്കെയോ കളഞ്ഞു. ആ സമയത്തേക്ക് ഞാൻ പിന്നെ അതിനകത്തേക്കാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു 2 വിസിലും കൂടി ഏൽപ്പിച്ച്, 2 അല്ല ഒരു 3 വിസിലും കൂടി എന്തൊക്കെ ഏൽപ്പിച്ച്. അപ്പോൾ ആ ടൈമിൽ അമ്മ പറഞ്ഞ്, എടി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മൊത്തം വെന്തുടഞ്ഞു പോകും, അതുകൊണ്ട് നീ അത് സെപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞേ. പക്ഷെ ഞാൻ കേട്ടില്ല. കേൾക്കാണ്ട് ഞാൻ എന്തെടുത്തെന്നറിയാവോ, ബീഫിനകത്തേക്ക് തന്നെ ഇട്ട് ഞാൻ ആ ഉരുളക്കിഴങ്ങ് വേവിച്ചു. എന്താ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഉരുളക്കിഴങ്ങ് ഒരു തുള്ളി പോലും വെന്ത് പോലെ. അതെ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ വെന്ത് വന്ന ബീഫൊക്കെ നമ്മുടെ പൊടിയിലേക്കൊക്കെ മിക്സ് ചെയ്ത് നല്ലോണം ആവശ്യത്തിന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അതെല്ലാം പറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് നിറച്ച ചോറും പിന്നെ ഒരു മീനും ഉണ്ടായിരുന്നേ, ഒരു മീൻ വറുത്തതും
നമ്മുടെ ബീഫും ഒക്കെ ഇട്ട് പിന്നെ അച്ചാറൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് എൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ വീഡിയോസിലൊക്കെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ബീഫ് കറി ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറയത്തില്ല. കാരണം എന്നേക്കാളും ബെറ്റർ ആയിട്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.